അടുത്തതായി നമ്മൾക്ക് പറയാനുള്ളത് റിലേഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. വാട്ട് ഈസ് റിലേഷൻസ്? നമ്മൾ ക്രോസ് പ്രോഡക്റ്റുകൾ പഠിച്ചു. നമുക്കറിയാം എയിൽ നിന്നും ബിയിലേക്ക് ഏതൊരു കണക്ഷൻ നടത്തിയാലും നമ്മൾ എ ക്രോസ് ബി എന്നാണ് എഴുതുക, അല്ലേ? എയിൽ നിന്നും ബിയിലേക്കുള്ള കണക്ഷൻസിനെയാണ് നമ്മൾ ക്രോസ് പ്രോഡക്റ്റ് ഓഫ് എ ക്രോസ് ബി അല്ലെങ്കിൽ എ ബിയുടെ ക്രോസ് പ്രോഡക്റ്റ് ആയിട്ട് എഴുതുക. അപ്പം എയിൽ നിന്നും ബിയിലേക്ക് കണക്റ്റഡ് ആക്കുന്നത് 1 2 1 5 1 6 1 7 1 8 എല്ലാ കണക്ഷനും. ഇവിടെ 3 എലമെൻറ്റുകൾ, ഇവിടെ മൊത്തത്തിൽ 5 എലമെൻറ്റുകൾ, 3 × 5 15 കണക്ഷൻസ് ഞാൻ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം എയും ബിയും തമ്മിലുള്ള ക്രോസ് പ്രോഡക്റ്റ് ആണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി എനിക്ക് പറയാനുള്ളത് എന്താണ് റിലേഷൻസ് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം നോക്കൂ, ഞാൻ പറയാൻ പോകുന്നു, ഞാനൊരു റിലേഷൻ എയിൽ നിന്നും ബിയിലേക്ക് ഡിഫൈൻ ചെയ്യുകയാണ്. അതിന് ഇങ്ങനെയാണ് ഞാൻ എഴുതുക: റിലേഷൻ ആർ സച്ച് ദാറ്റ് ഡിഫൈൻ ഫ്രം എ ടു ബി. റിലേഷൻ ഫ്രം എ ടു ബി, എയിൽ നിന്ന് ബിയിലേക്ക് ഞാനൊരു റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നു. റിലേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു ഓർഡേർഡ് പെയർ കരുതുകയാണെങ്കിൽ, ദാറ്റ് ഈസ് ആർ ഈക്വൽ ടു, റിലേഷൻ ഇങ്ങനെയാണ്, സെറ്റ് ബിൽഡർ ഫോം പോലെയാണ്. ഒരു ഓർഡേർഡ് പെയർ എ ബി ആണെങ്കിൽ ഈ എയും ബിയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് ബി ഈക്വൽ ടു 2a എന്നുള്ളതാണ്. ബി ഈക്വൽ ടു 2a, ഇതാണ് ഇവിടുത്തെ റിലേഷൻ. അതായത് ഇവിടെ ഞാൻ എ ക്രോസ് ബി എഴുതിയത് കണക്ഷൻസ് ആണ്. ആ കണക്ഷൻസിൽ ഇനി ഓരോ കണക്ഷനും എന്താണെന്ന് സ്പെസിഫൈ ചെയ്യുന്നു. ആദ്യം ഞാൻ പറയുന്ന ഒരു കണക്ഷൻ, ആ ഓരോ സ്പെസിഫിക്കേഷനെയാണ് ഞാൻ റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുന്ന റിലേഷൻ എയിൽ നിന്ന് ബിയിലേക്ക് റിലേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ സ്മോൾ എയും സ്മോൾ ബിയും തമ്മിൽ റിലേറ്റ് ചെയ്യണം. ഒരു ഓർഡേർഡ് പെയറുകൾ റിലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ഈക്വൽ ടു 2a, രണ്ടാമത് കിടക്കുന്ന ആൾ ആദ്യത്തെ ആളുടെ ഇരട്ടിയാകും. അപ്പോൾ നിങ്ങൾ നോക്കൂ, ദാറ്റ് ഈസ് ആർ ഈക്വൽ ടു, ഇത് സെറ്റ് ബിൽഡർ ഫോമാ. അതിനെ ഞാൻ റോസ്റ്ററിലേക്ക് മാറ്റുമ്പോൾ രണ്ടാമത്തെ ആൾ ആദ്യത്തതിൻ്റെ ഇരട്ടി വരുന്നത് എങ്ങനെയാണ് നോക്കൂ. എയിൽ നിന്ന് ബിയിലേക്കുള്ള എല്ലാ കണക്ഷൻസും ഇതിലുണ്ട്. അതിൽ നിന്ന് നിങ്ങൾ നോക്കിയാൽ മതി, രണ്ടാമത്തെ ആൾ ആദ്യത്തിൻ്റെ ഇരട്ടി വരുന്നത് എവിടെ? ഇതാ 1 2 ഇരട്ടി അല്ലേ, 1,2. അടുത്തത് പിന്നീട് വരുന്നത് 3 3 6 3 6 ബി ഈക്വൽ ടു 2a എന്നാണ്. അടുത്തത് 4 8. അപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾ നോക്കൂ, ബി ഈക്വൽ ടു 2a എന്ന് പറയുമ്പോൾ രണ്ടാമത് കിടക്കുന്ന ആൾ ആദ്യത്തതിൻ്റെ ഇരട്ടിയാണെന്നുള്ള റിലേഷനാണ്. ഈ റിലേഷൻ പ്രകാരം എഴുതുമ്പോൾ, ഈ സെറ്റ് ബിൽഡർ ഫോം പ്രകാരം എഴുതുമ്പോൾ എൻ്റെ റിലേഷൻ ടാബുലാർ ഫോമിൽ, റോസ്റ്റർ ഫോമായ റിലേഷനിൽ ഈ 3 എലമെൻറ്റുകൾ മാത്രമേ വരുള്ളൂ. കാരണം രണ്ടാമത്തെ ആൾ ആദ്യത്തിൻ്റെ ഇരട്ടിയായിട്ട് ഇതേ ഉള്ളൂ. അപ്പം എയിൽ നിന്നും ബിയിലേക്ക് ഒരുപാട് കണക്ഷൻസ് പോസിബിൾ ആണെങ്കിലും അതിൽ ഓരോ കണക്ഷനും സ്പെസിഫൈ ചെയ്യുമ്പോൾ ഇതിലെ കുറച്ച് ആളുകൾ മാത്രമേ വരുള്ളൂ. ഇനി ഞാൻ വേറൊരു കാര്യം പറയാം. റിലേഷൻ ഫ്രം എ ടു ബി ആണ്. അതിന് ഞാൻ വേറൊരു റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നു. റിലേഷൻ ഈക്വൽ ടു ഓർഡേർഡ് പെയർ എ ബി. എപ്പോഴും ഓർഡേർഡ് പെയർ എ ബി എന്നോ എക്സ് വൈ എന്നോ ഒക്കെ തന്നെയാണ് എഴുതുക. ഓർഡേർഡ് പെയറിലാണ് റിലേഷൻ വരിക. എ ബി സച്ച് ദാറ്റ് ബി ഈക്വൽ ടു a + 1. ബി ഈക്വൽ ടു a + 1 എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ആൾ ആദ്യത്തെ ആളേക്കാൾ 1 കൂടിയത്. അങ്ങനെ വരുമ്പോൾ എൻ്റെ റിലേഷൻ സെറ്റ് എങ്ങനെ വരും? ക്യാപിറ്റൽ ആർ ഈക്വൽ ടു സെറ്റ്. രണ്ടാമത്തെ ആൾ ആദ്യത്തെക്കാൾ 1 കൂടിയത് ഏതാ വരിക? അതാ 1 2, ശരിയല്ലേ? 1നേക്കാൾ 1 കൂടിയതല്ലേ 2. 1 5 വരില്ലല്ലോ, 1 6 വരില്ലല്ലോ, കാരണം 1നേക്കാൾ 1 കൂടിയതല്ല. പിന്നീട് വരുന്നത് ഏതാണ്? 3, ഇവിടെ ഒന്നും വരില്ല. 4 5 വരും, കാരണം 4നേക്കാൾ 1 കൂടിയതാണ് 5. ഈ 2 എലമെൻറ്റുകൾ മാത്രമല്ല വരുള്ളൂ, കാരണം രണ്ടാമത്തെ ആൾ ആദ്യത്തേനേക്കാൾ 1 കൂടിയതാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? രണ്ടാമത്തെ ആൾ ആദ്യത്തേനേക്കാൾ 1 കൂടിയതാണ്. അപ്പോൾ ഇത് മാത്രമേ വരുള്ളൂ ഈ റിലേഷൻ പ്രകാരം. ഈ രണ്ടുപേരും ഇതിൽ നിന്ന് എടുത്തതാണ്, ഇതിൻ്റെ ഭാഗമാണ്. ഇനി നിങ്ങൾക്ക് വേറെ രീതിയിൽ റിലേഷൻ പറയാം. റിലേഷൻ ഈക്വൽ ടു സെറ്റ് എ കോമ ബി സച്ച് ദാറ്റ് ബി ഗ്രേറ്റർ ദാൻ എ. രണ്ടാമത്തെ ആൾ ആദ്യത്തേക്കാൾ വലുതായിരിക്കണം. അങ്ങനെ റിലേഷൻ സെറ്റ് ഞാൻ എഴുതുകയാണെങ്കിൽ റിലേഷൻ സെറ്റ് ഈക്വൽ ടു സെറ്റ് ഏതൊക്കെ വരും? രണ്ടാമത്തെ ആൾ 1 2 വരും, 1 5 1 6 1 7 1 8 വരും, 3 5 3 6 3 7 3 8 4 5 4 6 4 7 4 8 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ആൾ വലുതായിരിക്കുന്ന എല്ലാവരും ഇവിടെ എഴുതും. അപ്പോൾ എന്താ അർത്ഥം? നമ്മൾക്ക് എയും ബിയുമായി പോസിബിൾ ആയിട്ടുള്ള, നമ്മൾ ഈ പറഞ്ഞ റിലേഷൻ, ഏതൊരു റിലേഷൻ എടുത്താലും, ഈ ഏത് റിലേഷൻ നിങ്ങൾ എടുത്താലും അവരെ എയും ബിയുമായി കണക്റ്റഡ് ആണ്. അപ്പം എയും ബിയുമായി കണക്റ്റഡ് ആയ എല്ലാ കണക്ഷൻസും ഇതിലുണ്ട്. അപ്പം നിങ്ങൾ ഈ പറയുന്ന ഓരോ റിലേഷനിലും കിട്ടുന്ന ഉത്തരങ്ങളൊക്കെ ഈ കിടക്കുന്ന ടോട്ടലായി കിടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വരിക. അങ്ങനെ മൊത്തത്തിലൊരു ഭാഗമായി വരുമ്പോഴാണ് ഇതിനാണല്ലോ നമ്മൾ സബ്സെറ്റുകൾ എന്ന് പറയുന്നത്. കാരണം നോക്കൂ, ഇതും ഒരു സെറ്റാണ്. അത് ഈ എലമെൻറ്റുകളെല്ലാം ഇതിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സബ്സെറ്റ് അല്ലേ ഇത്? ഇവിടെ എഴുതിയിരിക്കുന്നതും ഇതിൻ്റെ ഒരു സബ്സെറ്റ് അല്ലേ? ഇനി ബി ഗ്രേറ്റർ ദാൻ എഴുതിയിരുന്നെങ്കിലും ഇതിൻ്റെ ഒരു സബ്സെറ്റ് അല്ലേ?
അപ്പോൾ നമ്മൾക്ക് പറഞ്ഞിരിക്കുന്ന റിലേഷൻ പ്രകാരം നമ്മൾ റിലേഷൻ സെറ്റുകൾ എഴുതുമ്പോൾ അവരെല്ലാം ആരുടെ സബ്സെറ്റുകളാണ്? എ ക്രോസ് ബിയുടെ സബ്സെറ്റുകളാണ്. അപ്പം എ ക്രോസ് ബിയുടെ സബ്സെറ്റുകളായ ആളുകളെയാണ് നമ്മൾ റിലേഷൻസ് എന്ന് വിളിക്കുക. അപ്പം റിലേഷൻ ഫ്രം എ ടു ബി എന്ന് പറയുന്നത് ഈസ് ഓൾവേസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈസ് ഓൾവേസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി. എ ക്രോസ് ബിയുടെ സബ്സെറ്റുകളായിരിക്കും റിലേഷൻ ഫ്രം എ ടു ബി എന്ന് പറയുന്നത്. എ ക്രോസ് ബിയുടെ സബ്സെറ്റുകളായിരിക്കും. ഇനി പരീക്ഷയ്ക്ക് ചോദിക്കാം, എയിൽ നിന്നും ബിയിലേക്ക് ഈ റിലേഷൻ എഴുതി, ഈ റിലേഷൻ എഴുതി, ഈ റിലേഷൻ, ഇങ്ങനെ എത്ര റിലേഷൻസ് വേണമെങ്കിലും എഴുതാം. അപ്പം അത് എത്രത്തോളം റിലേഷൻസ് എഴുതാൻ പറ്റും? വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് റിലേഷൻ ഫ്രം എ ടു ബി? ടോട്ടൽ നമ്പർ ഓഫ് റിലേഷൻ ഫ്രം എ ടു ബി എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു റിലേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എ ക്രോസ് ബിയുടെ സബ്സെറ്റുകൾ. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് റിലേഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി എന്നാണ്. കാരണം റിലേഷൻ എന്ന് പറഞ്ഞാൽ എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആണ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റ് എന്ന് പറയുമ്പോൾ, ടോട്ടൽ നമ്പർ ഓഫ് റിലേഷൻ എന്ന് പറയുമ്പം ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി. നിങ്ങൾക്കറിയാം എയിൽ എം എലമെൻറ്റും എയിൽ എം എലമെൻറ്റും ബിയിൽ എൻ എലമെൻറ്റും ആണെങ്കിൽ എ ക്രോസ് ബിയിൽ എത്ര എലമെൻറ്റ് ഉണ്ടാകുമെന്നാണ് നമ്മൾ പറഞ്ഞത്? എയിൽ എമ്മും ബിയിൽ എന്നും ആണെങ്കിൽ എ ക്രോസ് ബിയിൽ എം എൻ എലമെൻറ്റ് ഉണ്ടാവും. എം എൻ എലമെൻറ്റ്. അങ്ങനെയാണെങ്കിൽ ഈ എം എൻ എലമെൻ്റ് ഉള്ളതിൻ്റെ സബ്സെറ്റ് എത്ര പേരുണ്ടാകും? നമ്മൾ സെറ്റ് എന്ന് പറഞ്ഞ പാഠത്തിൽ പഠിച്ചു. ഒരു സെറ്റിന് എം എലമെൻ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ സബ്സെറ്റുകളുടെ എണ്ണം 2m എന്നാണ്. അങ്ങനെയാണെങ്കിൽ എ ക്രോസ് ബിയുടെ സബ്സെറ്റുകളുടെ എണ്ണം എത്രയാണ്? 2mn. മനസ്സിലാവുന്നുണ്ടല്ലോ? ദ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി ഈക്വൽ ടു 2mn. ഇത് തന്നെയാണ് ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ റിലേഷൻ ഫ്രം എ ടു ബി. എയിൽ നിന്ന് ബിയിലേക്കുള്ള പോസിബിൾ ആയുള്ള റിലേഷൻ, എയിൽ നിന്ന് ബിയിലേക്കുള്ള പോസിബിൾ റിലേഷനും എന്ത് തന്നെയാണ്? 2mn തന്നെയാണ്. ശ്രദ്ധിക്കുക. റിലേഷനുമായി കണക്ട് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ലെറ്റ് ക്യാപിറ്റൽ എ ഈക്വൽ ടു സെറ്റ് 1 3 4 5 6. ഡിഫൈൻ എ റിലേഷൻ ക്യാപിറ്റൽ ആർ ഫ്രം എ ടു എ defined by capital R equal to ordered pair xy such that y equal to x plus 1. Write the R in roster form. R ഇത് സെറ്റ് ബിൽഡറിലാണ്. ഇതിനെ എന്താക്കണം? റോസ്റ്റർ ഫോമിലാക്കണം. അപ്പോൾ ശരിക്കും നമ്മൾ റോസ്റ്റർ ഫോം ആക്കാൻ ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് റിലേഷൻ എന്ന് നോക്കുക. എയിൽ നിന്ന് എയിലേക്ക്. അപ്പം നമ്മൾ ആദ്യം എ ക്രോസ് എ എഴുതണം. പക്ഷേ ഇവിടുത്തെ പ്രശ്നം, ഇവിടെ 5 എലമെൻ്റ് ഉണ്ട്. എ ക്രോസ് എഴുതുമ്പോൾ 5 × 5 25 എലമെൻറ്റുകളെ ലിസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത്രയും സമയം നമുക്ക് കളയേണ്ടതില്ല. അതിന് പകരം എ ക്രോസ് എ എഴുതണമെന്ന് നിർബന്ധമില്ല. നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി എ ക്രോസ് എ ചെയ്യുമ്പോൾ എന്തൊക്കെ വരും എന്നുള്ളത്. നമ്മൾ എ ക്രോസ് എ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ. 1 1 1 3 1 4 എന്ന് വരും. നമുക്കിവിടെ വേണ്ടുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ക്യാപിറ്റൽ ആർ ഈക്വൽ ടു എന്തെന്നാ? y ഈക്വൽ ടു എക്സ് പ്ലസ് 1. രണ്ടാമത്തെ ആൾ ആദ്യത്തെ ആളേക്കാൾ 1 കൂടിയിരിക്കണം. അങ്ങനെയുള്ള എലമെൻറ്റുകൾ മാത്രം ഇവിടെ എഴുതിയാൽ മതി. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഇപ്പോൾ എ ക്രോസ് എഴുതിയെന്ന് വെക്കുക. 1 1 രണ്ടാമത്തെ ആൾ ആദ്യത്തേക്കാൾ 1 കൂടാണോ? അല്ല. 1 3 പറ്റില്ലല്ലോ. 1 4 അല്ലല്ലോ. 1 5 1 6 ഇവരാരും രണ്ടാമത്തേനേക്കാൾ 1 കൂടുതലല്ല. പിന്നീട് 3 1 വരില്ലല്ലോ. 3 3 വരില്ലല്ലോ. 3 4 അത് വരും. 3 4 കാരണം 3യേക്കാൾ 1 കൂടുതലാണ്. ശരിക്കും നമ്മൾ എ ക്രോസ് എഴുതിയിട്ട് അതിൽ നിന്നാണ് എടുത്തെഴുതേണ്ടത്. പക്ഷേ അത്രയും സമയം ലാഭിക്കാൻ നമുക്ക് വളരെ പെട്ടെന്ന് 3 4 എന്ന് നമുക്ക് എഴുതാം. നൗ 3 5 അല്ലല്ലോ. കാരണം 3യേക്കാൾ 2 കൂടുതലാണ്. നമുക്ക് 1 ആണ് കൂടുതൽ വേണ്ടത്. 3 6 അതും വരില്ല. നൗ 4 1 പറ്റില്ല. 4 3 ഇല്ല. 4 5 അത് വരും. 4നേക്കാൾ 1 കൂടുതലാണ്. 4 5 കഴിഞ്ഞു. 4 6 പറ്റില്ല. നൗ 5 1 5 3 5 4 അതൊന്നും പറ്റില്ല. 5 5 പറ്റില്ല. 5 6 വരും. കാരണം 5നേക്കാൾ 1 കൂടുതലാണ് 5 6. അപ്പോൾ ഈ റിലേഷൻ പ്രകാരം എഴുതുന്ന റോസ്റ്റർ ഫോമാണിത്. ശരിക്കും ഇവരെ നമ്മൾ എ ക്രോസ് എഴുതിയ ശേഷം അതിൽ നിന്ന് ലിസ്റ്റ് ചെയ്ത് എഴുതിയാണ് വേണ്ടുന്നത്. ബട്ട് എ ക്രോസ് വളരെ വലുതായതുകൊണ്ടും 25 എഴുതണമെന്നുള്ളത് കൊണ്ടും അത് എഴുതാതെ അത് എങ്ങനെ എഴുതുമെന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് നമ്മൾ ആ ആൻസറിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെയാണ് റിലേഷൻ എഴുതുക. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി രണ്ടാമത് ചോദിച്ചിരിക്കുന്നത് റൈറ്റ് ദ പോസിബിൾ നമ്പർ ഓഫ് റിലേഷൻ ഫ്രം എ ടു എ. റൈറ്റ് ഡൗൺ ദ പോസിബിൾ നമ്പർ ഓഫ് റിലേഷൻ. ഞാൻ പറഞ്ഞു പോസിബിൾ നമ്പർ ഓഫ് റിലേഷൻ എന്ന് പറഞ്ഞാൽ അർത്ഥം സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി. ഇവിടെ ഇപ്പം എയിൽ നിന്ന് എയിലേക്ക് ആയതുകൊണ്ട് സബ്സെറ്റ് ഓഫ് എ ക്രോസ് എ. അപ്പം നിങ്ങൾ ആദ്യം നോക്കേണ്ടത് എ ക്രോസ് എയിൽ എത്ര എലമെൻറ്റ് വരും? നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ ക്രോസ് എ. എ ക്രോസ് എയിൽ എത്ര എലമെൻറ്റുകളാണ് വരിക? എയിൽ 5. അപ്പോൾ എ ക്രോസ് എയിൽ 5 × 5 25 എലമെൻറ്റുകളാണ് എ ക്രോസ് എയിൽ വരിക. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് റിലേഷൻസ് എത്ര വരും? നമ്പർ ഓഫ് റിലേഷൻസ് ഈക്വൽ ടു സബ്സെറ്റ് ഓഫ് എ ക്രോസ് എ. എ ക്രോസ് എയിൽ 25 എലമെൻ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ സബ്സെറ്റിൻ്റെ എണ്ണം എന്ന് പറയുമ്പോൾ
2^25. ഇതാണ് പോസിബിൾ നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ടു എ. 2^mn എന്നാണ്. ഇവിടെ എമ്മും എയിൽ എമ്മും ബിയിൽ എന്നും ആണെങ്കിൽ 2^mn. ഇവിടെ 5 ആയതുകൊണ്ട് 2^5 × 5 2^25 റിലേഷൻസ് ആണ് വരിക. അടുത്ത ക്വസ്റ്റ്യൻ, ഡെപിക്ട് ദ റിലേഷൻ ഇൻ ആൻ ആരോ ഡയഗ്രാം എന്നാണ്. ഈ റിലേഷൻ നിങ്ങൾ ആരോ ഡയഗ്രത്തിൽ കാണിക്കുക. ആരോ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു റൗണ്ട് വരയ്ക്കുന്നു, അടുത്ത ഒരു റൗണ്ട് വരയ്ക്കുന്നു. ഈ രണ്ടുകൾ ആദ്യത്തെ സെറ്റ് എ, രണ്ടാമത് എങ്ങോട്ടേക്കാണോ പോകുന്നത് അത് ഇവിടെ എ തന്നെയാണ്, അതുകൊണ്ട് എ. അപ്പം എ ടു എ ഇങ്ങനെ ഒരു റിലേഷൻ കൊടുക്കുന്നു, എ ടു എ. അപ്പം എ എന്ന് പറഞ്ഞ് ഇതാണ് സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഓവൽ ഷേപ്പ്, രണ്ടാമത്തെ സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഓവൽ ഷേപ്പ്. ഫസ്റ്റ് സെറ്റിൽ എത്ര എലമെൻറ്റുകളാണ് ഉള്ളത്? 1 3 4 5 6 1 3 4 5 6 അവരെ ലിസ്റ്റ് ചെയ്തു. രണ്ടാമത്തെ സെറ്റിലും 1 3 4 5 6 കാരണം സെയിം സെറ്റാണ്. ഇനി നമ്മുടെ റിലേഷനാണ് നമ്മൾക്ക് ഇവിടെ ഡിഫൈൻ ചെയ്യുക. റിലേഷൻ എങ്ങനെയാണ്? 3ൽ നിന്ന് 4ലേക്കേ ഉള്ളൂ കണക്ഷൻ, അപ്പോൾ 3 to 4 കണക്ട് ചെയ്യുക. 4ൽ നിന്ന് 5ലേക്കേ കണക്ഷൻ ഉള്ളൂ, 4 to 5 കണക്ട് ചെയ്യുക. 5 to 6, 5ൽ നിന്ന് 6ലേക്കേ കണക്ഷൻ ഉള്ളൂ, 5 to 6 കണക്ട് ചെയ്യുക. ഈ 3 കണക്ഷനെ അവിടെ നമുക്ക് ഈ ആരോ ഡയഗ്രത്തിൽ കാണിക്കാനുള്ളൂ. അപ്പോൾ റിലേഷൻ സെറ്റിൽ എത്ര ഉണ്ടോ അത്രയും ആളുകളെ ആരോ ഡയഗ്രത്തിൽ ഇൻഡിക്കേറ്റ് ചെയ്ത് കാണിക്കുന്നതാണ് ആരോ ഡയഗ്രാം റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ റിലേഷൻസ് ഒരു ക്വസ്റ്റ്യൻ എഴുതി. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ നമ്മൾ പറയുന്നു. എയും ബിയും തന്നിട്ടുണ്ട്. റിലേഷൻ എയിൽ നിന്ന് ബിയിലേക്കാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. റിലേഷൻ ഫ്രം എ ടു ബി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ഓർഡേർഡ് ബൈ എക്സ് വൈ, എയോ ബിയോ എക്സ് വൈ എന്ത് വേണമെങ്കിലും തരാം, സച്ച് ദാറ്റ് വൈ ഗ്രേറ്റർ ദാൻ എക്സ്. രണ്ടാമത്തെ ആൾ ആദ്യത്തേക്കാൾ വലുതായിരിക്കണം. അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് ശരിക്കും എ ക്രോസ് ബി എഴുതുമ്പോൾ നിങ്ങൾക്ക് 2 × 3 6 എലമെൻറ്റുകൾ ലിസ്റ്റ് ചെയ്യും. അതിനകത്ത് വൈ ഗ്രേറ്റർ ദാൻ എക്സ് ഉള്ളവരെ മാത്രം ഞാനെടുത്ത് ലിസ്റ്റ് ചെയ്തിരിക്കുന്നു. നോക്കൂ, 1 2 ശരിയാണ്, 1 6 1 7 3 6 3 7 ഇത്രയും ആളുകളാണ് വൈ എക്സിനേക്കാൾ വലുതായിട്ട് വരുന്നത്. അപ്പം ഈ റിലേഷൻ സെറ്റിൽ ഇതാണ് ഇതിൻ്റെ സെറ്റ് ബിൽഡർ ഫോം. അതിൻ്റെ റോസ്റ്റർ ഫോമാണ് എഴുതി വെച്ചിരിക്കുന്നത്, റിലേഷൻ്റെ റോസ്റ്റർ ഫോം. ഇങ്ങനെ റിലേഷൻ്റെ റോസ്റ്റർ ഫോം എഴുതിയാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിൽ ആദ്യം വരുന്ന എലമെൻറ്റുകൾ ഉണ്ടല്ലോ, റിലേഷൻ സെറ്റിൽ ആദ്യമായി കിടക്കുന്ന എലമെൻറ്റുകൾ, അവരെ വിളിക്കുന്ന പേരാണ് ഡൊമൈൻ ഓഫ് ആർ. ഡൊമൈൻ ഓഫ് ആർ എന്ന് പറഞ്ഞാൽ ആ റിലേഷൻ സെറ്റിലെ ആദ്യം വരുന്ന ആളുകൾ 1 3, ഇവിടെ 1ഉം 3ഉം മാത്രമേ ഉള്ളൂ, റിപ്പീറ്റ് ചെയ്ത് എഴുതേണ്ട സെറ്റാണ്. ഡൊമൈൻ ഓഫ് ആർ = 1 3. ഇനി എന്താണ് റേഞ്ച്? റേഞ്ച് ഓഫ് ആർ. റേഞ്ച് ഓഫ് ആർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റിലേഷൻ സെറ്റിൽ രണ്ടാമത് കിടക്കുന്ന ആളുകളാണ് റേഞ്ച് 2 6 7. അതാണ് റേഞ്ച്. റേഞ്ച് ആർ = 2 6 7. അപ്പം ഡൊമൈൻ എന്ന് പറഞ്ഞത് റിലേഷനിൽ പങ്കെടുക്കുന്ന എക്സ് വാല്യൂസിനെയാണ് നമ്മൾ, ഇതിപ്പം എക്സും വൈയും ആകും. ആദ്യം കിടക്കുന്ന ആളാണ് ഡൊമൈൻ, രണ്ടാമത് കിടക്കുന്ന ആളാണ് റേഞ്ച്. അപ്പോൾ ഇതിൽ ആദ്യത്തെ ആൾ 1 3 ആണ്, രണ്ടാമത്തെ ആൾ 2 6 ആണ്. അതാണ് റേഞ്ച്. ഇനി ഒരെണ്ണവും കൂടിയുണ്ട്. എന്താണ് കോഡൊമൈൻ? കോഡൊമൈൻ എന്ന് പറയുമ്പോൾ റേഞ്ച് തന്നെയാണ് കോഡൊമൈൻ. പക്ഷേ ഇവിടെ നോക്കൂ, ഇവിടെ ഇപ്പോൾ ഒരു എലമെൻറ്റ് കൂടി ഉണ്ടായിരുന്നെന്ന് വെക്കുക. സപ്പോസ് ഇവിടെ ഒരു 1 കൂടി ഉണ്ടായിരുന്നെന്ന് വെക്കുക. 1 2 6 7 ആയിരുന്നെങ്കിൽ 1 1 3 1 അവർ രണ്ടുപേരും ഇതിൽ വരില്ലല്ലോ. കാരണം 1 1 എടുക്കുമ്പോൾ y ഗ്രേറ്റർ ദാൻ എക്സ് അല്ല, 3 1 എടുത്താലും y ഗ്രേറ്റർ ദാൻ എക്സ് അല്ല. അപ്പോൾ ഇവിടെ വരില്ല. റേഞ്ച് ഇത് തന്നെ വരും. പക്ഷെ കോഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷൻ എവിടെ നിന്ന് എവിടേക്കാണോ ഡിഫൈൻ ചെയ്യുന്നത് അതിലെ രണ്ടാമത്തെ സെറ്റിനെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് കോഡൊമൈൻ. അപ്പോൾ ഇവിടുത്തെ കോഡൊമൈൻ എന്ന് പറയുന്നത് സെറ്റ് ബി തന്നെയാണ്. 1 2 6 7. അപ്പോൾ ശരിക്കും കോഡൊമൈൻ എഴുതുന്നതിന് നമുക്ക് റിലേഷൻ്റെ ആവശ്യമില്ല. കാരണം റിലേഷൻ്റെ ഈ സെറ്റ് ബിൽഡർ ഫോമിൻ്റെ ആവശ്യമില്ല. റിലേഷൻ എവിടെ നിന്ന് എങ്ങോട്ടേക്കാണോ ഡിഫൈൻ ചെയ്യുന്നത്, സപ്പോസ് റിലേഷൻ ഫ്രം നാച്ചുറൽ നമ്പർ ടു റിയൽ നമ്പർ ആണെങ്കിൽ റിയൽ നമ്പറിനെ രണ്ടാമത്തെ സെറ്റിനെ വിളിക്കുന്ന പേരാണ് കോഡൊമൈൻ. റിലേഷൻ എന്തോ ആയിക്കോട്ടെ, എവിടെ നിന്ന് എങ്ങോട്ടേക്കാണോ അതിലെ രണ്ടാമത്തെ സെറ്റിനെ വിളിക്കുന്ന പേരാണ് കോഡൊമൈൻ ഓഫ് ദാറ്റ് റിലേഷൻ. ബട്ട് ഡൊമൈൻ എന്ന് പറയുന്നത് ഈ ഡിഫൈൻ ചെയ്ത റിലേഷനെ നിങ്ങൾ സെറ്റ് ബിൽഡറിൽ നിന്നും റോസ്റ്ററിലേക്ക് മാറ്റിയ ശേഷം അതിൽ ആദ്യം വരുന്ന എക്സ് വാല്യൂസ് ആണ് ഡൊമൈൻ, വൈ വാല്യൂസ് ആണ് റേഞ്ച്. അപ്പം ഒരു റിലേഷനുമായി ബന്ധപ്പെട്ട വാക്കുകളാണ് ഡൊമൈൻ, റേഞ്ച് ആൻഡ് കോഡൊമൈൻ. കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ റിലേഷൻ ഏത് സെറ്റിൽ നിന്ന് എങ്ങോട്ടേക്കാണോ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അതിലെ രണ്ടാമത്തെ സെറ്റാണ് കോഡൊമൈൻ. ഇനി റിലേഷൻ നിങ്ങൾ റോസ്റ്റർ ഫോമിൽ എഴുതി കഴിയുമ്പോൾ ആ റിലേഷനിലെ എക്സ് വാല്യൂസ് മീൻസ് ഫസ്റ്റ് വാല്യൂസ് ആണ് ഡൊമൈൻ, സെക്കൻഡ് വാല്യൂസ് ആണ് എന്ത്, റേഞ്ച്. അപ്പം റേഞ്ച് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഈ കോഡൊമൈൻ്റെ സബ്സെറ്റുകളായിരിക്കും. കോഡൊമൈൻ്റെ പാർട്ടായിട്ടായിരിക്കും ആര് വരിക, റേഞ്ച് വരിക. പറയുന്നത് മനസ്സിലാവുന്നുള്ള കോഡൊമൈൻ്റെ പാർട്ടായിട്ടായിരിക്കും. ഒന്നുകിൽ കോഡൊമൈൻ തന്നെ വരും, ഇല്ലെങ്കിൽ കോഡൊമൈൻ്റെ സബ്സെറ്റ് ആയിട്ടായിരിക്കും ആര് വരിക, റേഞ്ച് വരിക. മനസ്സിലാവുന്നുണ്ടല്ലോ, ശ്രദ്ധിക്കുക.
അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ് ക്യാപിറ്റൽ എ ഈക്വൽ ടു സെറ്റ് 1 2 3 എക്സെട്ര 14 ഡിഫൈൻ ആർ ഫ്രം എ ടു എ ഡിഫൈൻഡ് ബൈ ആർ ഈക്വൽ ടു സെറ്റ് ഓർഡേർഡ് പെയർ എക്സ് വൈ സച്ച് ദാറ്റ് 3x മൈനസ് വൈ ഈക്വൽ ടു 0 എക്സ് കോമ വൈ എലമെന്റ് എ. കാരണം എക്സും വൈയും എയിലുള്ള ആളുകളാണ്, കാരണം എയിൽ നിന്ന് എയിലേക്കാണല്ലോ റിലേഷൻ. റൈറ്റ് ആർ ഇൻ റോസ്റ്റർ ഫോം, ഓൾസോ റൈറ്റ് ഇറ്റ്സ് കോഡൊമൈൻ, ഡൊമൈൻ ആൻഡ് റേഞ്ച്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കാം. ഒരു റിലേഷൻ സെറ്റ് ബിൽഡർ തന്നിട്ട് റിലേഷൻ എഴുതാൻ ചോദിക്കും, അതിൻ്റെ ഡൊമൈനും റേഞ്ചും എഴുതാൻ ഉറപ്പായിട്ടും പരീക്ഷ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾക്ക് വേണ്ടുന്നത് റിലേഷൻ റോസ്റ്റർ ഫോമിൽ എഴുതുക എന്നുള്ളതാണ്. റോസ്റ്റർ ഫോം എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഫസ്റ്റ് വൺ ക്യാപിറ്റൽ ആർ ഈക്വൽ ടു സെറ്റ്. എങ്ങനെയാണ് റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? എക്സും വൈയും എങ്ങനെയാണെന്ന് വെച്ചാൽ 3x മൈനസ് വൈ ഈക്വൽ ടു 0. അതിനെ ഒന്നും കൂടി ഒന്ന് ക്ലിയർ ആക്കിയാൽ 3x മൈനസ് വൈ ഈക്വൽ ടു 0 ആണ് റിലേഷൻ. 3x ഈക്വൽ ടു വൈ, വൈ ഈക്വൽ ടു 3x തിരിച്ചെഴുതിയെന്നേ ഉള്ളൂ. വൈ ഈക്വൽ ടു 3x. അപ്പം രണ്ടാമത്തെ ആള് ആദ്യത്തെ ആളുടെ 3 മടങ്ങായിരിക്കണം. അങ്ങനെ വേണം റിലേഷൻ എഴുതാൻ. അപ്പോൾ നിങ്ങൾ നോക്കൂ, റിലേഷനിൽ എയിൽ നിന്ന് എയിലേക്കല്ലേ, അപ്പോൾ ഇവരെല്ലാമാണ് പങ്കെടുക്കേണ്ടത്. ആദ്യം 1ൽ നിന്ന് തുടങ്ങാം. 1 വന്നാൽ 1ന്റെ 3 മടങ്ങ് 3 വരുമല്ലോ. 1 3 എ ക്രോസ് എയിൽ ഉണ്ടാകുമല്ലോ, ഉണ്ട്. അടുത്തത് 2 ആണെങ്കിൽ 2 × 3 6, 2 6ഉം ഉണ്ടാകുമല്ലോ. അടുത്തത് 3 ആകുമ്പോൾ 9. അപ്പോൾ എ ക്രോസ് എ എടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും 1 to 14 അല്ലേ, എ ക്രോസ് എ എടുക്കുമ്പോൾ 3 9 അവിടെ വരും. അത് കഴിഞ്ഞ ശേഷം 4, ദെൻ താഴേക്ക് എഴുതാം 4, 12, 4ന്റെ 3 മടങ്ങ്, കാരണം y ഈക്വൽ ടു 3x ആണ്. 4ന്റെ 3 മടങ്ങ് 4 12 അവിടെ ഉണ്ടാകുമല്ലോ, കാരണം ഇത് ക്രോസ് ചെയ്താൽ ഉണ്ടാകും. 5, 15, 5, 15 ഉണ്ടാകുമോ? ഇല്ല, കാരണം 14 വരെ ഉള്ളൂ. എ ക്രോസ് എടുക്കുന്ന സമയത്ത് 15ലേക്ക് പോകില്ല. അപ്പോൾ എവിടം വരെ വരുള്ളൂ? 4 12 വരെ വരുള്ളൂ. 4 12 ഇത്രയുമാണ് നമ്മളുടെ എന്ത് റിലേഷൻ റോസ്റ്റർ ഫോമിൽ എഴുതുന്നത്. എന്തുകൊണ്ട് നമ്മൾ എ ക്രോസ് എഴുതിയില്ല? കാരണം 14 എലമെൻ്റ് ഉണ്ട്. എ ക്രോസ് എന്ന് പറയുമ്പോൾ 14 × 14 196 എലമെൻറ്റുകൾ എഴുതിയിട്ട് വേണം ഇതിനെ ലിസ്റ്റ് ചെയ്യാൻ. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് എയിൽ നിന്ന് എയിലേക്ക്. അപ്പോൾ എയിലുള്ള എലമെൻറ്റുകളാണ് പങ്കെടുക്കേണ്ടത്. അപ്പം ആദ്യം എയിലുള്ളവർ പങ്കെടുത്തു. എങ്ങനെ പങ്കെടുത്തു? ഇവരാണ് എക്സ് വാല്യൂസ്, പങ്കെടുക്കുന്നവരാണ് എക്സ് വാല്യൂസ്. അവരെങ്ങനെ പങ്കെടുത്തു? y ഈക്വൽ ടു 3x. രണ്ടാമത്തുള്ള ആൾ ഈ പങ്കെടുക്കുന്നവരുടെ 3 മടങ്ങായിരിക്കണം. അപ്പോൾ ആദ്യം 1 പങ്കെടുത്തു, 3 മടങ്ങ് 3, 1 3. നമ്മൾ നോക്കുന്നു എ ക്രോസ് ചെയ്താൽ 1 3 വരുമോ? ഉണ്ട്. 2 6 ഉണ്ട്, 3 9 അത് കിട്ടും, 4 12 കിട്ടും, 5 പക്ഷേ 15 കിട്ടില്ല, 15 അതിലില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ റോസ്റ്റർ ഫോം. ഇനി രണ്ടാമത് കോഡൊമൈൻ കണ്ടുപിടിക്കണം. വാട്ട് ഈസ് കോഡൊമൈൻ? കോഡൊമൈൻ ഞാൻ പറഞ്ഞല്ലോ, കോഡൊമൈനിന് നമുക്ക് റിലേഷൻ എവിടെ നിന്ന് എങ്ങോട്ടാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. എയിൽ നിന്ന് എയിലേക്കാണ്. അപ്പോൾ കോഡൊമൈൻ ഈക്വൽ ടു എന്ത് തന്നെ? ക്യാപിറ്റൽ എ തന്നെ. 1 2 3 എക്സെട്ര 14 വരെ തന്നെ. അത് തന്നെയാണ് എന്ത്? കോഡൊമൈൻ. അടുത്തത് മൂന്നാമത്തത് നമ്മളെ സംബന്ധിച്ച് ഡൊമൈൻ ആണ്. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഈ റിലേഷൻ സെറ്റിൽ, ഈ റിലേഷനിലെ ആദ്യം വരുന്ന ആളുകളാണ് ഡൊമൈൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 2 3 4. 1 2 3 4 ഇത്രയും പേരാണ് ഡൊമൈൻ ആയിട്ടുള്ളത്, കാരണം അവരാണ് റിലേഷനിൽ പങ്കെടുത്തിരിക്കുന്നത്. അടുത്തത് റേഞ്ച് എന്ന് പറഞ്ഞാൽ ആ റിലേഷൻ സെറ്റിലെ y വാല്യൂസ്, രണ്ടാമത്തെ വാല്യൂസ് 3 3 6 9 12 ഇവരെയാണ് റേഞ്ച് എന്ന് പറയുന്നത്. അപ്പം 1 3 എന്ന് പറഞ്ഞാൽ ഇവിടെ 1 ഡൊമൈൻ്റെ ഭാഗമാണ്, 3 റേഞ്ചിൻ്റെ ഭാഗമാണ്. ബട്ട് നമ്മൾ പറയും 3യെ നമ്മൾ 1ൻ്റെ ഇമേജ് എന്നും പറയാറുണ്ട്. ഈ എക്സും വൈയും തരുമ്പോൾ, ഓർഡേർഡ് പെയർ എക്സ് കോമ വൈ തരുമ്പോൾ y ഈസ് ആൻ ഇമേജ് ഓഫ് എക്സ് എന്ന് പറയും. എക്സ് ഓപ്പറേറ്റ് ചെയ്ത് കിട്ടുന്ന ഒരു ഇമേജ് ആണ് y. അപ്പോൾ y ഈസ് ആൻ ഇമേജ് ഓഫ് എക്സ്. അപ്പോൾ 1 3 എന്ന് പറയുന്നത് 3 ഈസ് ആൻ ഇമേജ് ഓഫ് 1. അപ്പോൾ അങ്ങനെയാണ് ഡൊമൈൻ, റേഞ്ച്, കോഡൊമൈൻ വരുന്നത്. ശ്രദ്ധിച്ചോളുക, ഇങ്ങനെയാണ് ചെയ്യുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. Define a relation capital R on the set capital N of natural numbers by capital R equal to set ordered pair xy such that y equal to x plus 5. ഇതാണ് റിലേഷൻ. x is a natural number less than 4, xy element capital N. Depict the relation using roster form, domain, range and codomain. ഇത്രയും എഴുതണം. അപ്പം നമ്മുടെ റിലേഷൻ ഓൺ ദ സെറ്റ് നാച്ചുറൽ നമ്പർ എന്നിലേക്കാണ് റിലേഷൻ ഉള്ളത്. ദാറ്റ് ഈസ് റിലേഷൻ. ഇവിടെ ഓൺ ദ സെറ്റ് എൻ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നിൽ നിന്ന് എന്നിലേക്കാണ് റിലേഷൻ ഓൺ എ എന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് എയിലേക്ക്. അപ്പോൾ എന്നിൽ നിന്ന് എന്നിലേക്കാണ്. അപ്പോൾ റിലേഷനെ നമ്മൾ റോസ്റ്റർ ഫോമിൽ എഴുതുന്നു. റിലേഷൻ ഈക്വൽ ടു y ഈക്വൽ ടു എക്സ് പ്ലസ് 5 എന്നാണ്. അപ്പം y എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് ആദ്യം കിടക്കുന്ന ആളേക്കാൾ ഒന്ന് കൂടി. അപ്പം എക്സിന് 1 കൊടുക്കുമ്പോൾ 1 + 5 y 6 ആകും. 2 കൊടുക്കുമ്പോൾ 2 + 5 7. 3 കൊടുക്കുമ്പോൾ 3 + 5 8. നോക്കൂ, ഇനി പറഞ്ഞിരിക്കുന്നത് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 4.
അപ്പോൾ നിങ്ങൾ എക്സിന് കൊടുക്കേണ്ടത് ഇവിടെ എക്സിന് ഓർഡേഡ് പെയർ എക്സ് വൈയിൽ ആദ്യത്തെ എക്സ് എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പറാണ്. പക്ഷേ ആ നാച്ചുറൽ നമ്പർ തന്നെ എവിടം വരെ കൊടുത്താൽ മതി? <4 വരെ കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ 1 2 3 ഇത്രയും കൊടുത്താൽ മതി. 4 കൂടി കൊടുക്കേണ്ട, <4 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റിലേഷൻ നാച്ചുറൽ നമ്പറിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നാച്ചുറൽ നമ്പറിൽ നിന്ന് നാച്ചുറൽ നമ്പറിലേക്കാണെങ്കിലും അതിൽ എക്സ് വാല്യൂസ് എന്ന് പറയുന്നത് ഈ നാച്ചുറൽ നമ്പറിലുള്ള 4 താഴെയുള്ള ആളുകളെ മാത്രം കൊടുക്കുക. അപ്പോൾ 1 കൊടുത്തു 6 കിട്ടി, 2 കൊടുത്തു 7 കിട്ടി, 3 കൊടുത്തു 8 കിട്ടി. അപ്പോൾ റിലേഷൻ സെറ്റ് എഴുതി കഴിഞ്ഞു. ഇതാണ് റിലേഷൻ സെറ്റ്. ആദ്യത്തത് ആൻസറായി. രണ്ടാമത് നമ്മൾക്ക് വേണ്ടുന്നത് ഡൊമെയിനാണ്. അപ്പോൾ ഡൊമെയിൻ എന്ന് പറയുമ്പോൾ ഈക്വൽ ടു സെറ്റ് അറിയാമല്ലോ. റിലേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ആദ്യം കിടക്കുന്ന ആളുകൾ 1 2 3 ഇതാണ് ഡൊമെയിൻ. നൗ റേഞ്ച്. റേഞ്ച് എന്ന് പറഞ്ഞാൽ റിലേഷനിൽ രണ്ടാമതുള്ളത് 6 7 8. ഇനി എന്താണ് കോഡൊമെയിൻ? കോഡൊമെയിൻ ഈക്വൽ ടു റിലേഷൻ എവിടെ നിന്ന് എങ്ങോട്ടേക്കാണോ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അതിലെ രണ്ടാമത്തെ സെറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോഡൊമെയിൻ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയാണ് റിലേഷൻ. നമുക്ക് തന്നിരിക്കുന്ന റിലേഷൻ എന്താണെന്ന് സ്പെസിഫൈ ചെയ്യുക, നോക്കുക. അതിൽ എക്സിന് കൊടുക്കേണ്ട വിലകൾ ഒന്നുകിൽ നാച്ചുറൽ നമ്പർ തരും, അല്ലെങ്കിൽ എക്സ് എലമെൻറ്റ് എന്നും തരും. അപ്പോൾ ഇവിടെ എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ <4 എന്ന് തന്നില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ എക്സ് എലമെൻറ്റ് എല്ലാ നാച്ചുറൽ നമ്പറും കൊടുക്കണം. 1 2 3 4 5 6 കൊടുത്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ ഉണ്ടാവില്ല, കാരണം അത് ഇൻഫിനിറ്റ് ആയി പോവുകയല്ലേ. അപ്പോൾ നമ്മൾക്ക് പറയും എക്സ് ഇത്രയേ ഉള്ളൂ, അവിടം വരെ കൊടുത്താൽ മതി. അപ്പോൾ കിട്ടുന്ന വൈകളെ നോക്കുക. വൈ 6 7 8 എന്തായാലും കുഴപ്പമില്ല, കാരണം വൈ എലമെൻറ്റ് നാച്ചുറൽ നമ്പറാണ്. വൈക്ക് കണ്ടീഷനൊന്നുമില്ല. വൈ ഏത് നാച്ചുറൽ നമ്പർ വന്നാലും പ്രശ്നമില്ല. അപ്പോൾ ഏത് വേണമെങ്കിലും വരാം. അതെഴുതി അതിൽ നിന്ന് കോഡൊമെയിൻ ഡൊമെയിൻ റേഞ്ച് എഴുതുന്നു. ഇങ്ങനെയാണ് കണക്കുകൾ ചെയ്യുന്നത്, ശ്രദ്ധിക്കുക. ഇനി ഇതേ ചോദ്യം നമ്മളെടുത്ത് ആരോ ഡയഗ്രത്തിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ ചോദിച്ചാൽ, ഇൻഫിനിറ്റ് സെറ്റ് ആയതിന് ബുദ്ധിമുട്ടാണ്, എന്നാലും ആരോ ഡയഗ്രത്തിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ ചോദിച്ചാൽ 2 ആരോ ഡയഗ്രം നമ്മൾ വരയ്ക്കുന്നു. n to n എന്ന് കൊടുക്കുന്നു. 1 2 3 ഇത്രയും കൊടുത്താൽ മതിയാകും. നൗ 1 2 3 4 5 6 7 8 9 എന്ന് പറഞ്ഞു പോകും. അപ്പം നമ്മൾ 1-ൽ നിന്ന് 6-ലേക്ക്, 2-ൽ നിന്ന് 7-ലേക്ക്, 3-ൽ നിന്ന് 8-ലേക്ക്. അപ്പോൾ ഇത്രയും മാത്രം നമ്മൾക്ക് കൊടുത്താൽ മതി. അപ്പോൾ 4 5 കൂടി കൊടുത്തോളുക. പക്ഷെ നമ്മൾ ഏത് മാത്രം കൊടുത്താൽ മതി? 1. ഇത് എക്സെട്ര ആയിട്ടാണ് പോകുന്നത്, ഇൻഫിനിറ്റ് ആണ്. അപ്പോൾ ഇൻഫിനിറ്റ് വരുന്ന സെറ്റുകൾ ആരോ ഡയഗ്രത്തിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ ചോദിക്കാറില്ല. വളരെ വ്യക്തമായ എണ്ണമുള്ളത് മാത്രമേ ചോദിക്കാറുള്ളൂ. ഇതൊരു എക്സാമ്പിളിന് വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ചോദിച്ചിട്ടില്ല. അപ്പോൾ 3 എലമെൻറ്റുകൾ 1-ൽ നിന്ന് 6-ലേക്ക് 2 7 3 8 നമ്മൾ മാർക്ക് ചെയ്തു. ഇങ്ങനെയാണ് ആരോ ഡയഗ്രം എന്ത് ചെയ്യുന്നത്? റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ശ്രദ്ധിച്ചോളാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ് ക്യാപിറ്റൽ എ ഈക്വൽ ടു സെറ്റ് 1 2 3 4 6. Capital R defined by ordered pair AB such that B is exactly divisible by A. B is exactly divisible by A. വേണം ചിലപ്പോൾ ഇതിനകത്ത് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കൂടെ അവർ തന്നിരിക്കും. A, B എലമെൻറ്റ് ക്യാപിറ്റൽ A എന്നുകൂടി തരും. അങ്ങനെ തന്നില്ലെങ്കിൽ ക്യാപിറ്റൽ എയിലുള്ള എല്ലാവരും എടുക്കണമെന്ന് അർത്ഥം. റൈറ്റ് ആർ ഇൻ റോസ്റ്റർ ഫോം. അപ്പോൾ നമുക്ക് R ഈക്വൽ ടു എഴുതാം. ആൻസർ ഇവിടെ തന്നെ എഴുതാം. R ഈക്വൽ ടു നിങ്ങൾ ഓർഡേഡ് പെയർ എ ബി എഴുതുമ്പോൾ ബി ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 9 ആണ് എഴുതുന്നത്. അപ്പോൾ രണ്ടാമത്തെ ആദ്യത്തെ ആൾ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അപ്പോൾ നിങ്ങളിവിടെ നോക്കൂ, ആദ്യം 1 കൊടുത്തു. 1 1 ശരിയാണല്ലോ? ശരിയാണ്. 1 1 കാരണം രണ്ടാമത് കിടക്കുന്ന 1-നെ ആദ്യത്തെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 1 2 എഴുതാം, കാരണം 1 2ഉം കറക്റ്റാണ്. രണ്ടാമത് 2-നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1 വെച്ച് എല്ലാം എഴുതാം. 1 3 1 4 1 6 ശരിയാണല്ലോ? കാരണം രണ്ടാമത് കിടക്കുന്ന ആളുകളെ ബി ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ എ ആണ് ഇതിലെല്ലാം. രണ്ടാമത്തെ ആളെ ആദ്യത്തെ ആളുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. നൗ 2 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 2 1 പറ്റുമോ? പറ്റില്ല, കാരണം 2 1 എന്ന് എഴുതിയാൽ രണ്ടാമത് കിടക്കുന്ന 1-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പൂർണ്ണമായിട്ടില്ല. 2 1 പറ്റില്ല. ബട്ട് 2 2 പറ്റും. 2 2 2 3 പറ്റില്ല, കാരണം 3-യെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 2 4 പറ്റും. 2 4 നൗ 2 6ഉം പറ്റും, കാരണം 6-നെ 2 കൊണ്ട് പൂർണ്ണമായും ഡിവൈഡ് ചെയ്യാം. മനസ്സിലാവുന്നുള്ള? എ ക്രോസ് എഴുതാതെ നമ്മൾ നോക്കുകയാണ്. അടുത്തത് 3 വെച്ച് 3 1 പറ്റില്ല. 3 2 പറ്റില്ല, ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 3 3 പറ്റും. 3 4 പറ്റില്ല, ബട്ട് 3 6 പറ്റും. 6-നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നൗ 4 1 പറ്റില്ല. 4 2 പറ്റില്ല. 2-നെ 4 ഡിവൈഡ് ചെയ്യാം, പക്ഷേ എക്സാക്ട്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റും, പൂർണ്ണമായും ഡിവൈഡ് ചെയ്യാൻ പറ്റണം. 4 2 എന്ന് എഴുതിയാൽ പറ്റില്ല. 4 3 പറ്റില്ല. 4 6 പറ്റില്ല. 4 4 പറ്റും. 4 4 പറ്റും, ബട്ട് 4 6 പറ്റില്ല. നൗ 6 1 പറ്റില്ല. 6 2 6 3 6 4 ഒന്നും പറ്റില്ല. പിന്നെ എന്തേ പറ്റുള്ളൂ? 6 6 മാത്രമേ പറ്റുള്ളൂ. മനസ്സിലാവുന്നുണ്ടല്ലോ? 4 2 പറ്റാത്ത കാര്യം 2-നെ 4 കൊണ്ട് പൂർണ്ണമായും ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല, ഫ്രാക്ഷനാണ് വരിക. അപ്പം ഇങ്ങനെയാണ് റിലേഷൻ സെറ്റ് എഴുതുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ബി ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ എ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡൊമൈൻ ഓഫ് ആർ. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, എളുപ്പമാണ്. റിലേഷൻ സെറ്റ് എഴുതി കഴിഞ്ഞാൽ ഡൊമൈൻ എഴുതുക വളരെ എളുപ്പം. സെറ്റ് 1 2 3 4 6, കാരണം റിലേഷനിലുള്ള എക്സ് ആളുകളെയാണ് എന്തിലെഴുതുക? ഡൊമൈനിൽ എഴുതുക. 1 2 3 4 6.
തേർഡ് വൺ സോറി അതിൻ്റെ കൂടെ ചോദിച്ചു റേഞ്ച്. തേർഡ് വൺ ഈസ് റേഞ്ച്. റേഞ്ച് എന്ന് പറയുന്നത് ഈക്വൽ ടു സെറ്റ് രണ്ടാമത്തെ എലമെൻറ്റുകൾ 1 2 നോക്കൂ 1 ഉണ്ട് 2 3 4 6 ഇത്രയേ ഉള്ളൂ. അപ്പം ഇവിടെ എ തന്നെയാണ് ഡൊമെയിനും എ തന്നെയാണ് റേഞ്ചും. അറിയാലോ ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ ഇതിൽ വരുന്ന ആറിൽ വരുന്ന ഫസ്റ്റ് എലമെൻറ്റുകൾ, റേഞ്ച് എന്ന് പറഞ്ഞാൽ ആറിൽ വരുന്ന സെക്കൻഡ് എലമെൻറ്റുകൾ. അത് രണ്ടെല്ലാം എഴുതി. ഇതാണ് ഡൊമെയിനും റേഞ്ചും. ശ്രദ്ധിക്കുക, ഇങ്ങനെയാണ് ക്വസ്റ്റ്യനുകൾ ചെയ്യുന്നത്. ശ്രദ്ധിച്ചോളുക.